ഹായ് എവ്രിവൺ, ഇറ്റ്സ് മീ നിഹാര. അപ്പം ഞാൻ ലാസ്റ്റ് സമ്മറിന് ബോൺമൗത്ത് പോയായിരുന്നു. പക്ഷേ എനിക്ക് കുറേ കാലമായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊന്ന് വീഡിയോ ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പം ഞാൻ യു കെയിൽ വന്നിട്ട് പോയതിൽ വെച്ച് ഏറ്റവും എൻജോയ് ചെയ്തതും ഭയങ്കര നല്ലൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഈ ബോൺമൗത്ത്. അപ്പോൾ നിങ്ങൾക്ക് സമ്മറിലൊക്കെ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയും ബോൺമൗത്ത് ബീച്ചാണെന്ന്. ഇപ്പോൾ കൊവൻട്രിയിൽ നിന്ന് ഒരു 2.5 hours ഒക്കെയാണ് ബോൺമൗത്തിലേക്ക് എടുക്കുക പോകാൻ ട്രെയിനിൽ. ഇപ്പോൾ ബോൺമൗത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു 20-25 minutes നടന്നിട്ടാണ് ബീച്ചിലേക്ക് ഞങ്ങൾ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. അപ്പോൾ ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഗോൾഫ് കോഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ പോയ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ ഹൗസിലേക്കായിരുന്നു. അപ്പം യു കെയിൽ തന്നെ ആദ്യമായിട്ട് അപ്സൈഡ് ഡൗൺ ഹൗസ് ബിൽഡ് ചെയ്തത് തന്നെ ബോൺമൗത്തിലാണ്. സോ അവിടെയായിരുന്നു ഞങ്ങൾ ആദ്യം പോയത്. അപ്പം അവിടെ എൻട്രി ഫീസൊക്കെ ഒരു £7 ഒക്കെയാണ് ആകുക. അപ്പം അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ അവർ നമുക്കൊരു വാർണിംഗ് തന്നായിരുന്നു, നിങ്ങൾക്ക് ഉള്ളിൽ പോയിട്ട് ഡിസിനസ് ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പുറത്ത് വന്ന് നിൽക്കണമെന്ന്. ഞങ്ങൾക്ക് ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾക്കൊരു തോന്നിയായിരുന്നു അങ്ങനെയൊക്കെ ബിസിനസ് ഉള്ള പോലെ. പക്ഷെ അത് അത്ര വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഉള്ളിൽ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ഫുള്ളായിട്ട് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് കാണുന്ന സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറേ അക്വാരിയംസും കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. പിന്നെ ബീച്ചിൽ എൻജോയ് ചെയ്യാനാണ് മെയിനായിട്ട് വന്നത് കൊണ്ട് തന്നെ ബീച്ചിലായിരുന്നു കുറേ ടൈം സ്പെൻഡ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് ബബിളും പിന്നെ അതേപോലെ വാട്ടർ ഗണ്ണൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതായിട്ട് കുറേ കാര്യം കളിച്ചു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞാൻ യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു ബീച്ചാണ് ഈ ബോൺമൗത്ത് ബീച്ച്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സ്പോട്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷനപ്പൊക്കെ ആയിട്ട് പിന്നെ നന്നായിട്ട് വിശന്നായിരുന്നു. അതുകൊണ്ടൊരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തായ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തായ് സ്റ്റൈലൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒരു പ്രിഫറൻസിനുള്ളൊരു ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം കഴിച്ചില്ല. അപ്പം നന്നായിട്ട് എനിക്ക് പിന്നെയും വിശപ്പ് മാറാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു പബ്ബ് ഉണ്ടായിരുന്നു അവിടെ തന്നെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു പിസയും വാങ്ങി അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ ബോൺമൗത്ത് ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പം ഇനി സമ്മറൊക്കെ 2 മാസത്തിൽ വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു ബീച്ച് സ്പോട്ടൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബോൺമൗത്ത് നല്ലൊരു സ്പോട്ടായിരിക്കും കേട്ടോ.